വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? കൊച്ചു മുഹമ്മദ്. ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സുവാർത്ത നൽകുന്നവൻ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? അദ്ദേഹം സ്വയം തന്നെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? 1908 ജനുവരി 21. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? EM അഷറഫ്. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് കായി അബ്ദുർ റഹ്മാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബീബി. ആരെല്ലാമാണ് ബഷീറിൻ്റെ മക്കൾ? അനീസ്, ഷാഹിന. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? പ്രേമലേഖനം. ബഷീറിൻ്റെ പ്രേമലേഖനം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1942. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ PA ബക്കർ. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? അനീസ് അൻവർ. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏത്? ബാല്യകാലസഖി. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ബാല്യകാലസഖി. ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച വർഷം 1993. വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഏതു വർഷം? 1993. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ബാലാമണി അമ്മ. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത്? നേരും നുണയും. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? സോജ രാജകുമാരി. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് ടാറ്റ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? പാത്തുമ്മയുടെ ആട്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആര്? EM അഷറഫ്. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? പത്മശ്രീ പുരസ്കാരം. ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് MB രഘുനാഥൻ രചിച്ച കൃതി ഏത്? ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. ബഷീറിൻ്റെ ആദ്യ പ്രസിദ്ധീകരിച്ച കഥ ഏത്? തങ്കം. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? മതിലുകൾ.
മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? മതിലുകൾ. നട്ട് ഹംസന്റെ വിക്ടോറിയ എന്ന നോവലുമായി സാമ്യം ആരോപിക്കപ്പെട്ട ബഷീറിന്റെ നോവൽ ഏതാണ്? ബാല്യകാലസഖി. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചതാര്? M.K. സാനു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം ഏത്? 1970. ബഷീറിന് ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം 1982. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏത്? സമുദ്രശില. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരമേത്? ഉപ്പു സത്യാഗ്രഹം. വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവി ഓർക്കുക അന്തിമ കാഹളം. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു. ഏതു മരമാണ്? മംഗോസ്റ്റിൻ. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? പെരുമ്പടവം ശ്രീധരൻ. മൂക്ക് കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ONV കുറുപ്പ്. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം രചിച്ചത് ആര്? കൽപ്പറ്റ നാരായണൻ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ഫാബി ബഷീർ. ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേം പാറ്റ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ്? യാ ഇലാഹി. എന്നാണ് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞത്? 1994 ജൂലൈ 5.